ഉപ്പാ ഉപ്പാന്റെ മക്കളില് ഉപ്പാനെ കാണാൻ വന്നിനെ. ഉപ്പാക്ക് കാണണ്ടേ നമ്മളാ? ഉപ്പ ഉപ്പാക്ക് നമ്മളെ കാണണ്ടേ? ഉപ്പ 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 ഉപ്പാനൊരു മീനിങ് ഉപ്പ 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 നമ്മളെ നോക്ക് ഉപ്പകൾ എനിക്ക് ഉപ്പ ഉപ്പ ഉപ്പനെ കണ്ടു നോക്കുപ്പ ഉപ്പ ഉപ്പാന്റെ മക്കളെന്താ വന്നേക്കുപ്പ വീട്ടിൽ പോവാം. ഞാൻ ഉപ്പാനെല്ലാം സഹായിക്കണം. ഉപ്പനെന്ന് വേറെ ആരുമില്ല. നമ്മുടെ ഉപ്പാനെല്ലാരും രക്ഷിക്കണം. എന്റെ ഉപ്പാനെ എല്ലാരും സഹായിക്കണം. എനിക്ക് ഉപ്പ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എല്ലാരും വിചാരിച്ച എന്റെ ഉപ്പാനെ രക്ഷിക്കാൻ കഴിയും. എല്ലാരും സഹായിക്കണം എന്റെ ഉപ്പാനെ. എല്ലാരും ദുആ ചെയ്യണം എന്റെ ഉപ്പാക്ക് വേണ്ടിട്ട്. ഈ പൊന്നും മോള് പറയുന്നത് കേട്ടോ പ്രിയപ്പെട്ടവരെ. ഉപ്പാന്റെ മോളിതാ വന്നിക്ക് ഒന്ന് കണ്ണു തുറന്ന് നോക്കുപ്പ. ഞങ്ങൾക്ക് ഉപ്പയല്ലാതെ വേറെ ആരാണുള്ളത്? ഞങ്ങളെ നോക്കാൻ വേറെ ആരാ ഉള്ളത്? എൻ്റെ ഉപ്പാന്റെ ഇങ്ങനത്തെ ഒരു കിടത്തം എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ ഉപ്പയെ എല്ലാവരും ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് വളരെ വേദനയോടുകൂടി വളരെ സങ്കടത്തോടുകൂടി പൊതുസമൂഹമായ നന്മ നിറഞ്ഞ നിങ്ങൾ ഓരോരുത്തരോടും സഹായം അഭ്യർത്ഥിക്കുമ്പോൾ ഈ ഒരു സഹായ അഭ്യർത്ഥന നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാതെയും പോകരുത് പ്രിയപ്പെട്ടവരെ. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ പൊന്നു മക്കളുടെ ഉപ്പയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരണേ. ഞങ്ങൾക്ക് വേറെ ആരുമില്ല, ഞങ്ങൾക്ക് ഉപ്പയേ ഉള്ളൂ, ഞങ്ങളെ നോക്കാൻ വേറെ ആരുമില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കറിയായി മക്കളെ. മോളെ ഉപ്പാക്കൊന്നും ഉണ്ടാവില്ല, ഉപ്പ എല്ലാം ശരിയായി വരും. ഒരു സമൂഹം ഒരു പ്രദേശം തേച്ചുപ്പാന്റെ കൂടെ ഉണ്ട്. ഈ വീഡിയോ കാണുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളെ നിങ്ങളോട് ആദ്യമായ ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. ഈ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. അതോടൊപ്പം കാരുണ്യപരമായിട്ടുള്ള ഇടപെടൽ നടത്തണം. ഈ പ്രിയപ്പെട്ട സഹോദരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ കാരുണ്യപരമായ ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളെ നിങ്ങൾ ഓരോരുത്തരുടെയും സഹായങ്ങൾ ഉണ്ടായാൽ മാത്രമേ സാധിക്കുള്ളൂ. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ പ്രിയപ്പെട്ട സഹോദരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുക്കണം. നല്ല മോളെ ഒരുപാട് നന്മ നിറഞ്ഞ കാരുണ്യ മനസ്കരായ ആളുകളുള്ള നാടാണ് തലശ്ശേരി. ആ തലശ്ശേരി നാട്ടിലുള്ള ഒരു പ്രിയപ്പെട്ട കൂടപ്പുറപ്പിനാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുള്ളത്. തലശ്ശേരി നാട്ടിലുള്ള ഓരോ നന്മ നിറഞ്ഞ കൂടപ്പുറപ്പുകളും ഈ ഒരു കാര്യത്തിന് വേണ്ടി കൈകോർക്കണം. ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു സങ്കട അവസ്ഥ എത്തിക്കണം. പറ്റാവുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തി അടിയന്തരമായി പ്രാധാന്യം നൽകി ഈ ഒരു സഹായ സമാഹരണത്തിലേക്ക് മുന്നിട്ട് കൈകോർത്തുകൊണ്ട് തലശ്ശേരി നാട് മുന്നോട്ട് നിൽക്കണം. പ്രിയപ്പെട്ടവരെ, 3 മാസമായി ഈ പ്രിയപ്പെട്ട സഹോദരനെ ഇതേ കിടപ്പ് ഈ ഹോസ്പിറ്റലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് നാട്ടുകാരുടെയും സൗഹൃദങ്ങളുടെയും കമ്മിറ്റി അംഗങ്ങളുടെയും ഒക്കെ വലിയ ഇടപെടൽ കൊണ്ട് തന്നെ ഏകദേശം 25 ലക്ഷം രൂപയോളം ഈ ഹോസ്പിറ്റലിൽ ചെലവഴിക്കാൻ സാധിച്ചു. ഇനി ആവാത്തത് കൊണ്ടാണ് ഇനി ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളുടെ കാരുണ്യപരമായ ഇടപെടലുകൾ ഉണ്ടായാൽ മാത്രമേ ഈ പ്രിയപ്പെട്ട സഹോദരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുക്കാൻ സാധിക്കൂ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് പ്രിയപ്പെട്ടവരെ അവസാന പ്രതീക്ഷ എന്നുള്ള നിലയിൽ ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളുടെ കാരുണ്യപരായ പ്രിയപ്പെട്ട കൂടപ്പിറപ്പുകളുടെ മുന്നിലേക്ക് ഈ പ്രിയപ്പെട്ട സഹോദരന്റെ ജീവൻ നിലനിർത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കാനുള്ള ഒരു വലിയ പരിശ്രമവുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോയുമായി വന്നിട്ടുള്ളത്. ഈ 40 ലക്ഷം രൂപയോളം നമ്മൾ അടിയന്തരമായി കണ്ടെത്തിയാൽ മാത്രമേ ഈ പ്രിയപ്പെട്ട സഹോദരനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുള്ള സാഹചര്യം ഒരുക്കാൻ സാധിക്കുള്ളൂ. ഈ വേദന, ഈ സങ്കടാർഹമായ ഈ വാക്കുകൾ നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും പോകരുത്. ഇത്രയും സങ്കടാർഹമായ ഈ ഒരു അവസ്ഥ കണ്ടിട്ടും നമ്മൾ ആരും സഹായിക്കാതെ പോയാൽ നാളെ പടച്ചവന്റെ മുന്നിൽ നാം മറുപടി പറയേണ്ടി വരും. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ഇക്ര ആശുപത്രിയിൽ തലശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ ചെരക്കര പ്രദേശത്ത് താമസിക്കുന്ന ആസിഫ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരന്റെ വളരെ സങ്കടാർഹമായ ഒരവസ്ഥ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനും പറയാനുമാണ് പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. സ്ട്രോക്ക് വന്ന് തലയിൽ ബ്ലഡ് ക്ലോട്ടായി വല്ലാത്തൊരു ദയനീയമായ ഒരു അവസ്ഥയിലാണ്. എത്രയും പെട്ടെന്ന് തന്നെ വിദഗ്ധ ചികിത്സ നൽകിയില്ലെങ്കിൽ ചിലപ്പോൾ മരണത്തിലേക്ക് തന്നെ പോകാനുള്ള സാഹചര്യം ഉണ്ടെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. പെയിന്റിംഗ് തൊഴിൽ ചെയ്ത് വളരെ നല്ല രീതിയിൽ കുടുംബം പുലർത്തി കൊണ്ടുപോയ ഈ പ്രിയപ്പെട്ട സഹോദരന്റെ ഇന്നത്തെ അവസ്ഥ കാണാനും നോക്കാനും പറ്റാത്ത അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ.
നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്താൽ മാത്രമേ ഈ പ്രിയപ്പെട്ട സഹോദരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യമുള്ളൂ. ഡോക്ടർമാർ പറഞ്ഞത് നല്ല പ്രതീക്ഷയാണ്, നല്ല രീതിയിലുള്ള പ്രതികരണമാണ്. ഇപ്പൊ കണ്ണൊക്കെ ഇങ്ങനെ ചലിക്കുന്നുണ്ട്. ഏകദേശം 25 ലക്ഷം രൂപയുടെ ചികിത്സകൾ ചെയ്ത് വളരെ നല്ല രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയത് കൊണ്ട് തന്നെയാണ് ഈ ജീവൻ ഈ രീതിയിൽ തിരിച്ചു ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. ഇനിയും ഈ വിദഗ്ധ ചികിത്സ നൽകിയില്ലെങ്കിൽ ഇതുവരെ ചെയ്ത ചികിത്സകളൊക്കെ പാഴായി പോകുന്ന ഒരു സാഹചര്യമായി മാറുകയും ഈ പ്രിയപ്പെട്ട സഹോദരൻ മരണത്തിലേക്ക് പോകുന്ന കാഴ്ച നാം കാണേണ്ടി വരും. അങ്ങനെയൊന്നും സംഭവിക്കരുത്, അങ്ങനെയൊന്നും സംഭവിക്കല്ലേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഒരു നാട് മുഴുവൻ ഈ നിറകണ്ണുകളോടുകൂടി വളരെ വേദനയോടുകൂടി നിങ്ങളോട് സഹായം അഭ്യർത്ഥിക്കാൻ പുറത്ത് കാത്തിരിക്കുന്നത്. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ വീഡിയോ മാക്സിമം നിങ്ങളെല്ലാ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്കും അടിയന്തരമായി എത്തിച്ചുകൊണ്ട് അടിയന്തര പ്രാധാന്യം ഈ പ്രിയപ്പെട്ട സഹോദരൻ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരണമെന്ന് പടച്ചവനെ മുൻനിർത്തി ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്കറിയാം ഭീമമായ നല്ലൊരു സംഖ്യ അതിനുവേണ്ടി ചെലവുണ്ട്. ഏകദേശം 60 ലക്ഷത്തോളം അതിന് എമൗണ്ട് വരുന്നുണ്ട്. മാത്രമല്ല ഇപ്പം നമ്മുടെ നാട്ടിൽ നല്ലൊരു കമ്മിറ്റി അതിനുവേണ്ടി രൂപീകരിക്കുകയും 40 ലക്ഷത്തോളം രൂപ ഇനിയും നമുക്ക് വളരെ പ്രധാനമായിട്ട് ആവശ്യമുണ്ട്. അസ്സലാമു അലൈക്കും. ഞാൻ മൻസൂർ മട്ടാമ്പുറം ജീവരക്ഷാ പ്രവർത്തകനാണ്. ഇപ്പോൾ നിങ്ങൾ കേട്ട കാര്യം കൂടുതൽ പറയുന്നില്ല. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്തുകൊണ്ടെങ്കിലും ഈ സഹോദരൻ്റെ ചികിത്സാ ഫണ്ട് പൂർത്തിയാക്കാനും അതോടുകൂടി ആരോഗ്യത്തിന് ആഫ്യത്തോടു കൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. എല്ലാവരും കൂടി ഒന്ന് ആപ്പിനെ സഹായിച്ചിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. കാരണം 2 പെൺകുട്ടികളാണുള്ളത്. പറ്റാവുന്ന സഹായ സഹകരണങ്ങൾ സ്വന്തമായും മറ്റുള്ളവരിൽ നിന്നും കിട്ടുന്ന രീതിയിൽ പ്രവർത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നതാണ്. നമ്മളെല്ലാവരും ഒത്തുവിളിച്ചാൽ നമുക്ക് അദ്ദേഹത്തെ രംഗത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ ചികിത്സാ സഹായത്തിന് വേണ്ടി എല്ലാവിധ സഹായ സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം ഷെയർ ചെയ്തുകൊണ്ട് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. യാപ്പയുടെ ചികിത്സാ ഫണ്ടിലേക്ക് കാര്യമായ സംഖ്യ സമാഹരിച്ചു കൊടുക്കണം. ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രയത്നിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പ്രാർത്ഥനയോടെ സുമനസ്സുകളോട് സഹായം അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഇത്തരം ഓരോ ഉദ്യമങ്ങളിലൂടെയും നമ്മൾ നൽകുന്ന ചെറിയ തുകകൾ സമാഹരിച്ചുകൊണ്ട് ഇത്തരം ഒരുപാട് ജീവനുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ഉദ്യമത്തിലും ഈ വീഡിയോ കാണുന്ന നമ്മളെല്ലാവരും ഓരോ ആളുകളും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെറിയ തുകകൾ സമാഹരിച്ചുകൊണ്ട് ആ ആസിഫ് എന്ന പ്രിയ സുഹൃത്തിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മളാൽ കഴിയുന്ന രീതിയിൽ സഹകരിക്കണമെന്ന് മാത്രം എല്ലാവരും ആസിഫിനെ സഹായിക്കാൻ മുന്നോട്ട് വരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ദയവ് ചെയ്ത് എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആസിഫിന് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരും സഹകരിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാവൂ. അസുഖം മാറ്റിക്കൊടുക്കാനും നിങ്ങളെല്ലാവരും മുമ്പോട്ടേക്ക് വരണം. എല്ലാവരും സഹായിക്കണം. പൂർണ്ണ ആരോഗ്യത്തോടെ മുമ്പോട്ട് വരാൻ വേണ്ടി എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം വിനീതമായി. കഴിയുന്നിടത്തോളം നിങ്ങളാൽ കഴിയുന്ന സഹായം എത്തിച്ചു കൊടുത്ത് അവന് ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും സ്വമനസാലെ ആവുന്നത്ര എല്ലാവിധ രീതിയിലും എല്ലാവരുടെയും സഹായം നമുക്ക് ആവശ്യമാണ്. എല്ലാവരും പരമാവധി ഈ കാര്യത്തിലേക്ക് സഹായം നൽകി ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഭീമമായ സംഖ്യ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിലേക്ക് എല്ലാവരുടെയും സഹായം ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്.